ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിരുന്നല്ലേ, എല്ലാവരും ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഈ ഒരു വർഷം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ന്യൂ ഇയറിന് കേക്കൊന്നും വാങ്ങിയില്ല കേട്ടോ, പകരം നമ്മൾ വീട്ടിലൊരു കേക്ക് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടോ എന്നിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ, അരക്കപ്പ് പഞ്ചസാര, 1/4 കപ്പ് പാല്, 2 മുട്ട, 1.5 ടേബിൾ സ്പൂൺ ഓയിൽ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒപ്പം തന്നെ വാനില എസൻസും ബൂസ്റ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബൂസ്റ്റ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബൗളിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മുട്ടയിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാല് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പാലും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാല് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 പാക്കറ്റ് ബൂസ്റ്റാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ബൂസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വാനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്ററിൽ ചെയ്താലും മതി. അപ്പോൾ മിക്സിയിൽ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മൈദ ഇട്ടിട്ട് കുറേശ്ശെ ഫോൾഡ് ചെയ്ത് കട്ടയില്ലാതെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബീറ്ററാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ഇൻഗ്രീഡിയൻസും കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലാതെ ഒറ്റയടിക്ക് ബീറ്റ് ചെയ്തെടുക്കരുത്. അപ്പോൾ ഞാൻ ഈ മൈദയിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണത്. അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ് ചേർത്ത് കൊടുക്കണം. ഒറ്റ ട്രിപ്പിന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആകെ കട്ട കെട്ടും. അപ്പോൾ അങ്ങനെ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 ട്രിപ്പായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കര കുത്തി ഇളക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുത്തി ഇളക്കണ പോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് നല്ലതുപോലെ പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറയണേ കേട്ടോ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കേക്കിൽ വേറെ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മുടെ ബൂസ്റ്റിൻ്റെ കളറ് ഈ കേക്കിന് കിട്ടും. അതുപോലെ തന്നെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് ഇത് കേക്ക് ടീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ടീനിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൽ ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കേക്ക് ടീനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 2 തവണ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വല്ല എയർ ബബിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിക്കോളും. അപ്പോൾ കേക്ക് ബാറ്റർ നമ്മുടെ കേക്ക് ടീനിലോട്ട് നല്ലതുപോലെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിലോട്ട് ഈ കേക്ക് ടീന് ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കുക്കർ അടച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നത്തെ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് കേട്ടോ കേക്ക് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ തുറന്നപ്പോൾ നല്ല ബൂസ്റ്റിൻ്റെ സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് ഏകദേശം കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിലേക്ക് ഒരു ഈർക്കിളി കുത്തിയിട്ട് ഇത് ഉള്ളിൽ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അത് ഈർക്കിളിലൊന്നും പൊട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇപ്പോൾ ബൂസ്റ്റ് എന്ന് പറഞ്ഞ സാധനം തന്നെ എല്ലാ മക്കൾക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ടുള്ള കേക്ക് ആയിരിക്കുമ്പോൾ എല്ലാ മക്കളും നല്ലതുപോലെ കഴിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാണ്ട് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.